ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഞാൻ സ്വാലിഹാണ്. അറേബ്യൻ ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കയിലുള്ള ഹറമൈൻ എന്നു പേരുള്ള ഒരു മ്യൂസിയമാണ്. ഏകദേശം 2000 ആണ്ടിൽ കിങ് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പണി കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അപ്പം ഇരു ഹറമുകളുടെയും കുറേ തിരുശേഷിപ്പുകളും അതേപോലെ സംസത്തിൻ്റെ ഒക്കെ ഒരു ഉറവിടമൊക്കെ കാണുന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് മക്ക ജിദ്ദ റോഡിലാണ്. കുറേ കാലമായിട്ട് ക്ലോസ് ആയിരുന്നു. കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്ലോസ് ആയതിനു ശേഷം അടുത്താണ് ഓപ്പൺ ആയത്. ഏകദേശം 2000 ആണ്ടിൽ കിങ് ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇതാണ് ഇസ്തിഖ്ബാൽ, അതായത് റിസപ്ഷനാണ് കാണുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മക്കയുടെ ആധുനിക മക്കയുടെ ഒരു പൂർണ്ണ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലെ ഹറമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു തരത്തിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ പഴയ ഫോട്ടോസും പഴയതും പുതിയതുമായ ഹറമിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇസ്തിഖ്ബാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മ്യൂസിയം പല ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മസ്ജിദുൽ ഹറം, മദീനയും അതേപോലെ സംസത്തിൻ്റെയൊക്കെ അടങ്ങുന്ന. നമ്മളിപ്പോൾ ഈ കാണുന്നത് AD 1824, ഏകദേശം 1200 വർഷം പഴക്കമുള്ള ഒരു കോണുപടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാബ ഷരീഫിൻ്റെ ലേക്ക് കയറാൻ വേണ്ടി ഇപ്പം ഇലക്ട്രോണിക് ആണ്, ആധുനിക സംവിധാനം വന്നുകൊണ്ട് മുൻകാലത്ത് ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് തേക്കിൽ നിർമ്മിച്ച ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള കോണുപടിയാണ്. നമുക്ക് ഇത് പള്ളിയിലെ ഇമാമ് നമസ്കരിക്കുന്ന മെമ്പറാണെന്നൊക്കെ തോന്നാം, പക്ഷെ അതല്ല. ഇത് നമ്മൾ ഹറമിലേക്ക് കയറിയിരുന്ന ഹറമിൻ്റെ കാബ ഷരീഫിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഉപയോഗിച്ചിരുന്ന കോണിയാണ്. അതേപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ എല്ലാം ഹറമിൻ്റെ മസ്ജിദുൽ ഹറമുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. പുറം ഭാഗങ്ങളും അകമൊക്കെ അടങ്ങുന്നതാണ് ഈ ഒരു സെക്ഷൻ. ഇതിനകത്ത് കാബയുടെ അന്നത്തെ കാലത്ത് പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന വാതിൽ, ഇത് നമ്മൾ കിങ് ഫഹദ് അല്ലെങ്കിൽ കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഭാഗത്തുള്ള വാതിലാണ് ഇതായി കാണുന്നത്. ഇത് വലിയൊരു വാതിൽ, മുമ്പ് ഉപയോഗിച്ചിരുന്ന തടിയിൽ നിർമ്മിച്ചിരുന്ന ഒരു വാതിലാണത്. അതേപോലെ മാർബിള്, കുത്തുപണികൾ ചെയ്ത മാർബിള്, അറബി വാക്യങ്ങൾ കാലിഗ്രഫി ഒക്കെ എഴുതി ചെയ്ത ഒരു ഖുർആൻ വചനങ്ങളൊക്കെ എഴുതിയ മാർബിൾ ഈ പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം, നമ്മളിങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് ഇത് തോന്നുമെങ്കിലും ഇത് വർഷങ്ങളോളം ആയിട്ട് ഇതേപോലെ ഈ പള്ളിയുടെ മിനാരങ്ങളുടെ മുകളിൽ ഇരുന്ന ഹിലാലുകളാണ്. അറബിയിൽ നിന്ന് ഹിലാലുകൾ എന്നാണ് പറയാം. ഈ മിനാരങ്ങളുടെ മുകളിൽ ഏറ്റവും ഇതൊരു മിനാരമാണെന്ന് തോന്നുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരുന്ന ഹിലാലുകളാണ്. ശരിക്കും ഈ ഫോട്ടോ ഇവിടെ ഇരിക്കുന്ന ഈ ഹിലാലിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആണ്. ഇങ്ങനെയാണ് വർഷങ്ങളോളമായിട്ട് ഈ ഹിലാല് ഈ മിനാരത്തിലിരുന്നതിൻ്റെ ഫോട്ടോയാണ് ഇതായി കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത്രയും വർഷം അത്രയും ഉയരത്തിലിരുന്ന ഒരു ഹിലാലാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായത്. അതേപോലെ മറ്റൊരു മിനാരത്തിലിരുന്ന ഇതേപോലെ ഒരു ഹിലാലാണിതും. അതേപോലെ പല രീതിയിലുള്ള മിനാരങ്ങളുടെ മുകളിൽ വെക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ലോഹത്തകിടാണ്. അതേപോലെ നമ്മൾ ഇവിടെ കാണുന്നത് ഇബ്രാഹിമിയ മക്കാം, അതായത് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ കാൽപാദം ഉള്ള, നമ്മൾ ഹറമിൽ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അതേപോലെ കാണുന്ന ഈ ഇബ്രാഹിമി മക്കാമിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന, അതായത് പുതിയത് വന്നപ്പോഴത്തേക്കിനും പഴയത് മാറ്റി മ്യൂസിയത്തിലേക്ക് വെച്ചതാണ്. അതിൻ്റെ ഒരു അടുത്ത് കാണാത്ത ആളുകൾ കാണാൻ സാധിക്കുന്നതാണ്. കാൽപാദം ഒഴിച്ചു ബാക്കി എല്ലാ ഭാഗങ്ങളുണ്ട്. അതേപോലെ ഹറമിൻ്റെ പള്ളിയുടെ ഉള്ളിൽ കണ്ടിരുന്ന മുൻ ഭരണാധികാരികളൊക്കെ ചെയ്ത് വെച്ചിരുന്ന കൊത്തുപണികൾ, അതേപോലെ അറബി ഖുർആൻ വാക്യങ്ങളൊക്കെ എഴുതിയ കാലിഗ്രഫി, നല്ല മോഡലും ഡിസൈനൊക്കെ ആക്കി തന്നെ ആർക്കിടെക്ചറൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് കാബ ഷരീഫിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത്
കാബ ഷരീഫിൻ്റെ വാതിലാണ്. മുൻപുണ്ടായിരുന്ന വാതിൽ ഇപ്പം മാറി. എന്താണ് അതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കാം. ഖുർആൻ എഴുതിയ ലോഹത്തകിട് കൊണ്ട് നിർമ്മിച്ച വാതിലാണ്. നമുക്ക് കാണാം കാബ ഷരീഫ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന വാതിൽ. ഇത് മാറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് പുതിയത് വന്നത്. അതേപോലെ ആ കാബ ഷരീഫിൻ്റെ വാതിലിൽ ഇത് 1707 പിന്നെ ഖുർആൻ കാലിഗ്രാഫി സ്വർണത്തിൻ്റെ പ്ലേറ്റിൽ എഴുതിയ ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഹറമിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഖുർആൻ എഴുതിയ പ്ലേറ്റാണ്. അതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. കാബ ഷരീഫ് നമ്മളെ മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ഒരു മൂടുപടമാണ് നമുക്ക് കാണുക. ഇത് കവർ ചെയ്യുന്ന ഒരു കവർ ഷീറ്റാണ്. നമ്മുടെ കാബ ഷരീഫിൻ്റെ വാതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. മാഷാ അല്ലാഹ്. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് അവർ മാറ്റി ഇങ്ങോട്ടേക്ക് വച്ചിരിക്കുകയാണ്. അതേപോലെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ ഏറ്റവും പുരാതനമായ AD 685, അതായത് ഹിജ്രി 65-ാം വർഷം അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പണിത തൂണാണ് ഇത്. ഈ തൂണ് ശരിക്കും പറഞ്ഞാൽ ഹറം ഷരീഫിൻ്റെ കാബ ഷരീഫിൻ്റെ ഉള്ളിലുള്ള ഉണ്ടായിരുന്ന ഏറ്റവും പുരാതനമായ ഒരു തൂണാണ്. ആ തൂണ് മാറ്റി ഇവിടെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ മ്യൂസിയത്തിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു തൂണാണിത്. അതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കില്ല, അതായത് കാബ ഷരീഫ് കവർ ചെയ്തിരുന്ന കില്ല ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഇതേപോലെ നെയ്തൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം പിന്നെ അത് ടെക്നോളജിയൊക്കെ വന്നപ്പം അതനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. അന്ന് അത് ഉണ്ടാക്കിയിരുന്ന നമ്മൾ ചർക്ക പോലെ തുന്നി ഉണ്ടാക്കുന്നില്ല, ആ ഒരു സംഭവമാണ് അതാ ഈ കാണുന്നത്. പട്ടുനൂലും അതേപോലെ ഗോൾഡൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്. അതേപോലെ തന്നെ കാബ ഷരീഫിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ചെറിയ ടേബിളുകൾ, ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മളിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഖുറാന്റെ നിരവധി കയ്യെഴുത്ത് പ്രതികൾ, ഇതൊക്കെ ഖുറാന്റെ കയ്യെഴുത്ത് പ്രതികളാണ്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മുൻ ലൈബ്രറിയുടെ പഴയകാല ലൈബ്രറിയുടെ ഫോട്ടോസ് ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മിക്കവാറും ഉസ്മാനിയ കാലഘട്ടത്തിലെ ഖുറാനൊക്കെയാണ്. അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഉസ്മാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു എഴുതിയ ഒരു ഖുറാന്റെ പതിപ്പാണ് ഇത്. കൈപ്പടയിൽ എഴുതിയ ഖുറാന്റെ ഇത് ശരിക്കും കോപ്പിയാണ്. ഒറിജിനൽ ഇവിടെ ഇല്ല, തുർക്കിയിലാണുള്ളത്. ഇത് പല മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു കോപ്പി. ഇതേപോലെയുള്ള വ്യത്യസ്തമായ ഒരുപാട് പഴയ ഖുറാന്റെ പല കാലഘട്ടങ്ങളിലുള്ള ഖുറാന്റെ കുറേ പതിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഹറമിൻ്റെ കാബ ഷരീഫിൻ്റെ നോട് ചേർന്നുണ്ടായിരുന്ന അതുപോലെ തന്നെ മാർബിളിൽ എഴുതിയ ഖുറാൻ വചനങ്ങളും ഒക്കെ എഴുതിയ പഴയ ഒരുപാട് പുരാതന ശേഷിപ്പുകൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഓരോ കാലഘട്ടത്തിൽ തവാഫ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഉപയോഗിച്ചിരുന്ന വീൽ ചെയറുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും പുതിയ മോട്ടോർ ഇലക്ട്രിക് സ്കൂട്ടർ വരെ ഉണ്ട് അവിടെ. അതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് മദീന പള്ളിയുടെയാണ്. നമ്മൾ കയറിയപ്പോൾ ഇസ്തിഖ്ബാലിൽ കണ്ട പോലെ തന്നെ, മക്കയുടെ രൂപം കണ്ട പോലെ തന്നെ ഇവിടെ മദീനയുടെ ഒരു സ്കെച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ആധുനിക മദീനയുടെ ഒരു പൂർണ്ണ രൂപമാണിത്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓരോ സെക്ഷനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതേപോലെ ഇപ്പോൾ വേറൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു മദീനയുടെ ഒരു സെക്ഷനാണ്. അപ്പം അവിടെ മദീന പള്ളിയുടെ ഉൾഭാഗത്തുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ വെച്ചിരുന്ന, അതുപോലെ തന്നെ മദീന പള്ളിയുടെ നേരത്തെ നമ്മൾ ആദ്യം ഹറം പള്ളി മക്കയിലെ കണ്ടതുപോലെ തന്നെയുള്ള വാതിലുകൾ പൂട്ടിയിരുന്ന താക്കോല്, അതേപോലെ കഥകിലുണ്ടായിരുന്ന ഓരോ കുത്തുപണികളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്നതാണ്. അതേപോലെ റൗള ഷരീഫിലേക്ക് നമ്മൾ കയറുന്ന ബാബുസലാം ഗേറ്റ് പഴയ ഒരു ഗേറ്റാണിത്. അത് പാറ്റി ഇപ്പം പുതിയത് വന്നപ്പോഴത്തേന് പഴയത് ഇങ്ങോട്ടേക്ക് മ്യൂസിയത്തിലേക്ക് വെച്ചത്. ഈ കാണുന്ന ഗേറ്റ് അതാണ് ബാബുസലാം. അതേപോലെ ആ പള്ളിയുടെ സൈഡിലുണ്ടായിരുന്ന ഗ്രില്ല്, അതിൻ്റെയൊക്കെ ശരിക്കുള്ള രൂപം ആ ഫോട്ടോസ് തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മദീന ഷരീഫിൽ മുൻകാലത്ത് പണ്ട് ഉപയോഗിച്ചിരുന്ന സമയം അറിയാൻ ഉപയോഗിച്ചിരുന്ന ക്ലോക്ക്,
ഇത് ശരിക്കും മദീന പള്ളിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ റൗള ഷരീഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം AD 1700 ഉണ്ടാക്കിയ കാലഘട്ടങ്ങളിൽ സംസം ഈ ഒരു തരത്തിലായിരുന്നു സംസം ഒരു തൊട്ടിയൊക്കെ ഉപയോഗിച്ച് അന്ന് ഉപയോഗിച്ച അതേ തൊട്ടിയാണിത്. ഏകദേശം 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന സംസം കോരിയെടുക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറും അതിൻ്റെ കിണറിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഭാഗങ്ങളും അതേപോലെ ഗ്രില്ലും തൊട്ടിയുമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു തരത്തിൽ തന്നെയായിരുന്നു 100-200 വർഷങ്ങൾക്ക് മുമ്പ് സംസം കൊടുത്തിരുന്നത്. അതേപോലെ സംസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന തൊട്ടി, പഴയ തൊട്ടി, അതേപോലെ തണുപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളുടെ തോലിൽ വെള്ളം, ഇപ്പം നമുക്കിപ്പോൾ കൂളറൊക്കെ കിട്ടുന്നല്ലോ, അതേപോലെ പണ്ടത്തെ കാലത്ത് ഇതുപോലെ ആയിരുന്നു. അതേപോലെ ശരിക്കും സംസത്തിൻ്റെ ഒരു ഉറവിടമാണത് ഈ കാണുന്നത്. ഇത്രത്തോളം താഴ്ചയിലാണ് ഈ സംസം സംസത്തിൻ്റെ കിണറുള്ളത്. അതിൻ്റെ ഒരു രൂപ മാർഗരേഖ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇത് ഏകദേശം എങ്ങനെ എത്രത്തോളം താഴ്ചയിലാണ് ഇത് പോയിരുന്നതെന്ന്. സംസം എപ്പോഴും നമുക്ക് അറിയാം ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് സംസം ഉള്ളത് തന്നെ. അപ്പം അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ സമയം ബാങ്ക് കൊടുക്കാനായി സമയം പിന്നെ ക്ലോക്ക്, സമയം നോക്കിയിരുന്ന ക്ലോക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവലി ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കറക്കി വെക്കുന്ന തരത്തിലുള്ള ക്ലോക്കാണ്. പണ്ട് ഹറമിലുണ്ടായിരുന്ന ക്ലോക്കാണ്. അപ്പോൾ ഹറമൈൻ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തിയത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഉംറയ്ക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഗുഡ് ബൈ.